ചേട്ടാ, PV അൻവറിനെ UDF എടുക്കാതിരുന്നത് സത്യത്തിൽ തുടക്കം മുതലുള്ള പാളിച്ചയല്ലേ? പ്രജിത, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ ചോദിക്കുന്ന ചില മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. നമ്മൾ ചില വിഷയങ്ങൾ പഠിക്കാൻ നമുക്കറിയില്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചിട്ട് ചേട്ടാ, ഈ ഒരു സാഹചര്യത്തിൽ AK ആന്റണി ഇപ്പോൾ ഉണ്ടല്ലോ, K കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കും. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയാണ്. അവർ പറയുന്നത് AK ആന്റണി ഇപ്പോൾ അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല, അത് AICC-യിലൊന്നുമല്ല, അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. ദെൻ K കരുണാകരൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, K കരുണാകരൻ വിശ്രമ ജീവിതത്തിലായിരുന്നെങ്കിൽ പോലും K കരുണാകരൻ പറഞ്ഞേനെ, ആര് PV അൻവറിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കും. അതാണ് രാഷ്ട്രീയം. അല്ലാതെ VD സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അല്ല, അവിടെ ഈഗോയല്ല. ആ ഈഗോ നിങ്ങൾ മാറ്റി വെക്കണം. VD സതീശൻ അവിടെ മുതൽ പരാജയമാണ്. VD സതീശൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കുഞ്ഞാലിക്കുട്ടി ആരെന്നാണ്. കുഞ്ഞാലിക്കുട്ടി VD സതീശനൊക്കെ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇവിടെ വക്കീൽ പണിയും ചെയ്ത് എറണാകുളത്ത് നടക്കുമ്പോൾ ഈ പറയുന്ന K കരുണാകരനോടൊപ്പം AK ആന്റണിക്കൊപ്പം അവർക്കിടയിൽ നിന്ന് അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്ത അവരുടെ പിണക്കങ്ങൾ, കൊച്ചു പിണക്കങ്ങൾ, മുന്നണിയിലെ ഐക്യത്തിന് വേണ്ടി നിന്ന ആളാണ് PK കുഞ്ഞാലിക്കുട്ടി, അല്ലേ? ഈ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDF-ൽ എന്തെന്നാണ് വിചാരിക്കുന്നത്? ഇന്ന് കോൺഗ്രസ് പോലും ഭയപ്പെടുന്നുണ്ട് UDF-ൽ തങ്ങൾക്ക് വരാൻ പോകുന്ന MLA-മാരുടെ എണ്ണം കുറയുമോ എന്ന്. ഇന്ന് ആരാണ് അവരുടെ ഏറ്റവും വലിയ പിൻബലം? കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തുമുള്ള മുസ്ലിം ലീഗിലെ MLA-മാരാണ് UDF-ൽ കൂടുതലുള്ളത്. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? ഇല്ല, ചേട്ടൻ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ സ്ട്രാറ്റജി ഒരു ഭാഗമല്ലേ? ഇലക്ഷൻ സ്ട്രാറ്റജി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അൻവർ എന്ത് കണ്ടുകൊണ്ടാണ് ചാടി വന്നത്? അൻവർ എന്തിനാണ് ചാടി വന്നത്? അൻവർ ചാടി വന്നത് പിണറായിക്കെതിരെയാണ്. ഒരു നല്ല പ്രതിപക്ഷ നേതാവ്, ഒരു നല്ല പ്രതിപക്ഷമാണെങ്കിൽ പിണറായിയെയാണ് നിങ്ങൾക്ക് നിലത്തിറക്കേണ്ടത്. അൻവർ ഒരു സൂചിക മാത്രമായിരിക്കണം. ഞാൻ പറയുന്നത് ഈ ഒരു രീതിയിൽ ഉള്ള അൻവറിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുകയും നിലവിലെ സാഹചര്യത്തിൽ അവിടെ ജയിക്കുകയും ചെയ്യും. അൻവർ ആണെങ്കിൽ സുഖമായിട്ട് ജയിക്കും. ആ ജയം വരികയും ചെയ്യുമ്പോൾ അൻവറിനെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് തലവേദനയാവുന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ പ്രജിത? അവിടെയാണ് പരാജയം. ഞാൻ ചോദിക്കുന്ന ഒന്ന് മാത്രം, K സുധാകരൻ അൻവറിനെ അറിയുന്ന ആളാണ്. K സുധാകരൻ എന്താ പറ്റില്ലേ? K മുരളീധരൻ എന്താ പറ്റില്ലേ? K മുരളീധരന് പറ്റും, K സുധാകരന് പറ്റും, മുല്ലപ്പള്ളിക്ക് പറ്റും, DM സുധീറിന് പറ്റും. അവിടെ എല്ലാം താൻ തന്നെ ചെയ്യണം, തനിക്ക് കഴിയണം, ഈഗോ, താനൊരു വലിയ സംഭവം. ഇതാണ് കോൺഗ്രസിൽ രണ്ടാം നിര നേതാക്കൾ പൊങ്ങി വരാൻ മുൻനിര നേതാക്കൾ സമ്മതിക്കാത്തത്. ഇദ്ദേഹം ഒരു രണ്ടാം നിര നേതാവായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ആരറിയുമായിരുന്നു? ഈ VD സതീശൻ ഇവിടെ ആരറിയുമായിരുന്നു? VD സതീശൻ ഇപ്പോൾ മറ്റുള്ളവരെ എല്ലാവരെക്കാളും വലിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ബോൺസായിയാണ് ഇവിടെ മറ്റൊരു രാഹുൽ മാങ്കൂട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബോൺസായിയും അല്ല, ഒരു മിനിയേച്ചർ. എന്ത് നമ്മൾ കുട്ടിക്കുരങ്ങനെന്നൊക്കെ പറയില്ലേ? എന്ത് കോപ്രായമാണ് കാണിക്കുന്നത്? ആ ഷാഫി പറമ്പിലിന്റെ പേര് കൂടെ പോയില്ലേ? അപ്പൊ നമ്മൾ വടകരയിലെ കാര്യം നമുക്ക് എടുക്കാം. വടകരയിൽ ഷാഫി പറമ്പിലിനെ കൊണ്ട് നിർത്തിയത് ഈ പറയുന്ന KK ശൈലജയെ തോപ്പിക്കാനാണ്. ആ MP-യുടെ പേര് കൂടെ ഇന്നലെ കൊണ്ട് കളഞ്ഞില്ലേ? ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, VD സതീശന് പിഴവ് പറ്റി. നമുക്ക് വേണ്ടത് വോട്ടാണ്. PV അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്ത് സംഭവിക്കാനാണ്? അദ്ദേഹം പറഞ്ഞ പോലെ കേൾക്കണം. പിന്നെ പ്രീതി ചോദിച്ച കാര്യം, ഈ കണ്ട സീനിയർ നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലേ? പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? സുധാകരൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൻവറെ അവിടെ ഇരി എന്ന് പറഞ്ഞാൽ കേൾക്കും. പ്രജിതെ, രാഷ്ട്രീയത്തിന് അതീതമായി ചില വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു ഭയങ്കര സ്ഥാനമാണ്. ഈ K കരുണാകരനും EK നായനാരും തമ്മിൽ ഭയങ്കര വ്യക്തിബന്ധമായിരുന്നു. അത് മുന്നണിക്ക് പുറത്തുള്ള ബന്ധമാണ്, പാർട്ടിക്കകത്തൊരു ബന്ധമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഷാഫി പറഞ്ഞാൽ മുള്ളില്ല രാഹുല്. ഇപ്പൊ അങ്ങനെയാണ്. ഇനി നാളെ എങ്ങനെയാവുമെന്ന് ആർക്കും അറിയില്ല. കാര്യം ചെറുപ്പക്കാരാണ്. സ്ഥാനമാനങ്ങൾ, ചിലപ്പോൾ ഇടം വലികൾ, പാലം വലികൾ, കണക്കുകൾ അതൊക്കെ വന്നാൽ പോവും. കിട്ടേണ്ട കണക്ക് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ പറയാം. കാര്യം ഇപ്പൊ എല്ലാം ലാഭ കച്ചവടമാണ്. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാം, പറയാൻ നോക്കില്ല. നമ്മൾ ഈ കാണുന്നതിന്റെ നേരെ മറുത്തൊരു വശം ഉണ്ടാവാം. ഇവർ തന്നെ പത്രസമ്മേളനം കൂട്ടിയിട്ട് ഷാഫിയുടെ കാര്യം ഈ രാഹുൽ വിളിച്ച് പറയും. ഷാഫി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും പറയാത്ത കാര്യം ചെയ്യാത്ത കാര്യം ഇമേജിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഇത്രയേ ഉള്ളൂ. VD സതീശന്റെ തീരുമാനം കുഞ്ഞാലിക്കുട്ടിയെ അങ്ങ് ചെറുതാക്കി കളഞ്ഞു. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പണിയെടുക്കുകയാണ്, തങ്ങൾ കുടുംബം ഇറങ്ങിയിരിക്കുവാണ്, അല്ലേ?
തങ്ങൾ കുടുംബം ഇറങ്ങിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? കോൺഗ്രസിന് വേണ്ടി. കോൺഗ്രസിന്റെ ലീഗിന് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥി ആയിട്ട് പോലും അവർ ഇറങ്ങിയിട്ടുണ്ട്. ലീഗിന് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. ഷൗക്കത്തിന്റെ അച്ഛൻ ലീഗിനെ തെറി വിളിച്ച ആളാണ്. പക്ഷെ അവരുടെ ആവശ്യമാണ് ജയിക്കേണ്ടത്. കാര്യം അവരുടെ നിലനിൽപ്പാണ്. കാര്യം അവർ തങ്ങൾ ഫാമിലി ചില്ലറ എന്നാണോ വിചാരിക്കുന്നത്? തങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ മുസ്ലിം മത പണ്ഡിതരാണ് അവര്. അവരെ വീടുകളിൽ സക്കാത്ത് വാങ്ങാൻ തന്നെ വന്നു നിൽക്കുന്ന 25 പേരെങ്കിലും ഉണ്ട്. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു കോടതിയാണ് അവർ. കോടതി പോലീസ് സ്റ്റേഷനിൽ പേപ്പർ കൊടുക്കുമ്പോൾ തങ്ങളെ കണ്ട് സംസാരിച്ച് തീർക്കാൻ വന്നു നിൽക്കുന്നവരുണ്ട്. അവർ നൽകുന്ന പദവിയാണ് തങ്ങൾ പദവി. അവരുടെ കുടുംബം അവരെല്ലാം കൂടി നൽകുന്ന ഒരു പദവിയാണ് തങ്ങൾ പദവി. ആ തങ്ങൾ പദവിയിൽ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തങ്ങൾ വിളിക്കുന്നു, 2 പക്ഷത്തുള്ളവരെയും വിളിക്കുന്നു. എടാ നീ ഇന്നതുപോലെ ചെയ്യണം, തങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും. ആങ്ങളയ്ക്ക് പെങ്ങൾ പാരയാണെങ്കിൽ, പെങ്ങൾക്ക് ആങ്ങള പാരയാണെങ്കിൽ, കൊച്ചച്ഛന് വലിയച്ഛൻ പാരയാണെങ്കിൽ ഇതെല്ലാം അദ്ദേഹം തീർക്കും. അപ്പോൾ അവർ തന്നെ ഇറങ്ങുകയാണ്, അവർ തന്നെ ഇറങ്ങി വർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ചുരുക്കെഴുത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. വി ഡി സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി PV അൻവറിനെ മനസ്സിലാക്കാതെ എടുത്തു. അവിടെ സണ്ണി ജോസഫ് ചിലപ്പോൾ രക്ഷപ്പെടും, പക്ഷെ എന്നാലും കൊട്ട് കിട്ടും. ഒരു വേള ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ലീഡ് കുറഞ്ഞാൽ പോലും സണ്ണി ജോസഫിന് ഉത്തരം പറയേണ്ടി വരും. അതിപ്പോ സതീശനും പറയേണ്ടി വരും. അതായത് ഇതിന് മുമ്പ് ജയിച്ചില്ലെങ്കിൽ ട്രാപ്പ് വീഴും. പക്ഷെ സതീശനും അറിയാമായിരിക്കുമല്ലോ. അതായത് സതീശന് അറിയാമെന്ന് പറയുന്നത് ഈ തങ്ങൾ ഫാമിലി മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് ജയം. അപ്പോ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയില്ലെങ്കിലും ലീഗുകാർ ഇറങ്ങും. എങ്ങനെയും ജയിപ്പിക്കും അവിടെ. അത് മണ്ഡലം അത് അങ്ങനെയാണ്. അപ്പൊ അവർ ഇറങ്ങും, അവർ ജയിപ്പിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അവിടെ സതീശനുണ്ട്. ഓവർ കോൺഫിഡൻസ് ഇല്ല, ഒരു പേടിയേ ഉള്ളൂ. ജയിക്കും എന്നാലും കുറയുമോ? അല്ല, കുറയുമോ എന്നുള്ളത് ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ PV അൻവറിനെ സതീശൻ എടുക്കാതിരിക്കുന്നു. അതെ, UDF അടുപ്പിക്കാതിരിക്കുന്നു, ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോ അവിടുത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഷൗക്കത്ത് നിന്നാൽ ജയിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഒരു ധാരണ ഈ സതീശനുമുണ്ട്. പക്ഷേ ലീഗ് പണിയെടുക്കും, ലീഗിന് ജയിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് സതീശൻ ഇല്ലാണ്ടില്ലല്ലോ. അല്ല, ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസേ ഉള്ളൂ. കാര്യം ലീഗ് പണിയെടുത്താലും കോൺഗ്രസിന്റെ ഒരു നേതാവെങ്കിലും അവരെ ഒപ്പം വേണം. ഘടകകക്ഷി മാത്രമേ ആവുള്ളൂ കോൺഗ്രസ്. ലീഗ് കോൺഗ്രസ് അവരുടെ ലീഡറാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രിയങ്ക ഗാന്ധി വീടുകളിൽ വരെ ഇറങ്ങി. എന്തുകൊണ്ടാ? അവർക്ക് പേടിയും ഭയവും ആയിപ്പോയി. കാര്യം നിലമ്പൂർ അവരുടെ സ്വന്തം സീറ്റാണ്. എങ്കിലും അവർ ഭയപ്പെടുന്നത് അൻവറിനെയാണ്, സ്വരാജിനെ അല്ല. പിന്നെ അവർ ഭയപ്പെടുന്നത് സ്വരാജിന് വല്ല ഹിന്ദു വോട്ട്. ഇപ്പോൾ ഈ CPM ഒരു ടൈപ്പ് ഉണ്ട്. ആരെ കൂടെ? BJP ആയിട്ട്. CPM ഒരു ട്രാപ്പിലാണ് പ്രീത. എന്നുവെച്ചാൽ ഇനി ഒരു ഭരണവും കൂടെ CPM കൊണ്ട് നേടേണ്ടത് CPM ആവശ്യമല്ല. CPM ആഗ്രഹിക്കുന്നതിനേക്കാൾ BJP ആഗ്രഹിക്കുന്നുണ്ട്. എന്തിന്? കോൺഗ്രസ് മുക്ത ഭാരതത്തിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. RSS ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കിതിൽ പറയാനുള്ള ഇതിന്റെ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ. വി ഡി സതീശൻ മനസ്സിലാക്കുക, ഈ ഇലക്ഷൻ കഴിഞ്ഞാലും കുഞ്ഞാലിക്കുട്ടിയും ലീഗും വെറുതെ ഇരിക്കില്ല, PMA സലാം വെറുതെ ഇരിക്കില്ല, ഷാജി വെറുതെ ഇരിക്കില്ല, മുനീർ വെറുതെ ഇരിക്കില്ല, ലീഗ് ഒന്നടങ്കം സാദിഖ് അലി തങ്ങൾ വെറുതെ ഇരിക്കില്ല. കാര്യം PV അൻവർ ഫാക്ടർ ഒരു കളി കളിക്കും. ആ കളിയിൽ നിങ്ങളുടെ വോട്ട് കുറയുക തന്നെ ചെയ്യും.